നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ CMRLലെ 3 ഉദ്യോഗസ്ഥർ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി രേഖകൾ സമർപ്പിച്ചു. എന്നാൽ MD ശശിധരൻ കർത്ത ഹാജരായില്ല. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, മാനേജർ ചന്ദ്രശേഖരൻ, IT വിഭാഗം മേധാവി അഞ്ജു എന്നിവരാണ് ഇന്നലെ രാവിലെ ED ഓഫീസിലെത്തിയത്. ഈ മാസം 8-ന് ഹാജരാകാനാണ് നേരത്തെ ആവശ്യപ്പെട്ടതെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല. കരിമണൽ കമ്പനി CMRL MD ശശിധരൻ കർത്ത അടക്കം 4 പേർക്കാണ് ഇന്നലെ ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ED നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി ഹൈക്കോടതിയിലും തള്ളിയിരുന്നു. CMRLും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും തമ്മിലെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടും ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയുടെ എക്സാലോജിക് 1.72 കോടി രൂപ CMRL നൽകിയത് സംബന്ധിച്ച രേഖകളാണ് ഹാജരാക്കിയത്. ഇല്ലാത്ത സേവനത്തിലുള്ള പ്രതിഫലമാണിതെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ED കേസെടുത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. ആദായ നികുതി വകുപ്പ് പരിശോധനയിലെ വിവരങ്ങളുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണങ്ങൾക്കും പിന്നാലെയാണ് ED കേസെടുത്തത്. 1.72 കോടി രൂപ തവണകളായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. പണം നൽകിയത് എന്ത് സേവനത്തിനെന്ന് വ്യക്തമാക്കാൻ ബാങ്ക് രേഖകളും 2 കമ്പനികളും തമ്മിലുള്ള കരാറുകളും ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാനാണ് ED നിർദ്ദേശിച്ചത്. വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകും.